മരിച്ച് തിന്നു കഴിഞ്ഞാലും അവർക്ക് ആ വൈരാഗ്യം തീരില്ല. അതാണ് ആ ഒരു സംഘടന. കൊന്ന് തിന്നു കഴിഞ്ഞാലും അവർക്ക് വൈരാഗ്യം തീരില്ല. അപ്പോൾ അവരെ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യും. മർദ്ദനം നേരിട്ടെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ 3 ദിവസം പട്ടിണിക്കിട്ടു അല്ലെങ്കിൽ ഇത്ര ക്രൂരമായി മർദ്ദിച്ച് 3 ദിവസം അടുപ്പിച്ച് അതൊന്നും നടന്നിട്ടില്ല. സത്യം എന്താ ഇങ്ങനെ കള്ളങ്ങൾ കുട്ടി മുളക്കണേന്ന് പോലും അറിയത്തില്ല എങ്ങനെയാണ്. That in every university, SFI has converted one hostel into their headquarters. That SFI and PFI are working together. We have decided to suspend the Vice Chancellor of the university. സംബന്ധം പറയാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധത മൂത്ത് എന്തും പറയുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അല്ല അല്ലാതെ ഉറപ്പില്ല. പിന്നെ ഇത്രയും പറഞ്ഞ മുഖ്യമന്ത്രി വീണ്ടും ഇതുപോലത്തെ സംഭവം വരുമ്പോൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. പൂക്കേട് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നുയർന്ന 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ നിലവിളി കേരളം മുഴുവൻ അലയടിക്കുകയാണ്. കടുത്ത പ്രതിഷേധങ്ങൾ, നിശിതമായ വിമർശനങ്ങൾ, ആ കുടുംബത്തിന്റെ കണ്ണുനീരിനോടുള്ള ചേർത്ത് നിർത്തലുകൾ. എല്ലാ പ്രതികളും പിടിയിലായിരിക്കുന്നു. ഡീനിനെ മാറ്റി നിർത്താൻ നിർദ്ദേശം, VC പുറത്താക്കി ഗവർണർ. ഏകാധിപത്യപരമായ നിലപാട് എന്നാണ് CPM അതിനെ വിലയിരുത്തുന്നത്. ഗവർണർ എന്താ ചക്രവർത്തിയോ എന്ന് ചോദിക്കുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ഒപ്പം ചോദിക്കാതെ പോയ കുറച്ച് ചോദ്യങ്ങളുണ്ട് മാഷേ. ക്യാമ്പസ് എന്താ കശാപ്പ് ശാലയോ എന്ന്, SFI കേവലം ഒരാൾക്കൂട്ട വികാരമാണോ എന്ന്, നടപടിയെടുക്കാൻ ഇത്ര വൈകിയതെന്തെന്ന്, ഫ്ലക്സ് വെച്ചതിന് പകരം മാപ്പ് പറയാൻ തോന്നാത്തതെന്തെന്ന്, ഇത്ര ദിവസമായിട്ടും മിണ്ടാൻ തോന്നാത്തതെന്തെന്ന്, ആ മരണം ഒരനുശോചനം പോലും അർഹിക്കുന്നില്ലേ എന്ന്. പക്ഷേ ആ ചോദ്യം കേരളം ചോദിക്കുന്നുണ്ട്, നിരന്തരമായി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡീനിനെ മാറ്റി നിർത്താനുള്ള നിർദ്ദേശം ഇന്ന് പോകുന്നത്, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നത്, VCക്കെതിരെ നടപടിയുണ്ടാകുന്നത്, കടുത്ത പ്രതിഷേധങ്ങൾ കാണാതെ പോകാൻ കഴിയാത്തത് കൊണ്ട്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും ഈ ചർച്ചയിൽ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ PM R ഷോ, യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJPയിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യരൊപ്പം സിദ്ധാർത്ഥന്റെ അമ്മാവൻ ശ്രീ M ഷിബു കൂടി ചേരും ചർച്ചയിൽ വിശദമായി. ശ്രീ M ഷിബു, നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ വിളിച്ചു പറയലുകൾക്ക് ശേഷമാണ് ഞാൻ 3ാമത്തെ ദിവസമാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. 3 ദിവസവും ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. ജയപ്രകാശിന്റെ ഭാഗത്തു നിന്നോ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ നിരന്തരമായി കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് അനുകൂലമായി നീതി സഞ്ചരിക്കുന്നു എന്നൊരു തോന്നലെങ്കിലും കേരള സമൂഹത്തിന് ഉണ്ടാകുന്നത്. ഈ മരണത്തിന് ശേഷം 2 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ശ്രീ ജയപ്രകാശ് പറയുന്നുണ്ടായിരുന്നു, ഉടനടി നടപടി ഉണ്ടായില്ലെങ്കിൽ, ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ പോയി ഞാൻ സമരം കിടക്കുമെന്ന്. നിങ്ങൾക്ക് നീതി കിട്ടി തുടങ്ങി എന്ന് വിചാരിക്കുന്നുണ്ടോ? നീതി കിട്ടിയെന്ന് നമുക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ ശിക്ഷാ നടപടികൾ എത്തുമ്പോഴേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. ഒരു അറസ്റ്റ് കൈകാര്യം ചെയ്തു എന്ന് അറസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിലൊരു സംതൃപ്തിയോ നീതി നടപ്പായെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അതിനകത്ത് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്, ഇതിൻ്റെ കേസിൻ്റെ നടപടികൾ എന്താണ്, ദുർബലമായ വകുപ്പുകളാണോ, ഇതൊന്നും നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം. അത് ഇപ്പോൾ നടന്നിട്ടുണ്ട്, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് തക്കതായ ശിക്ഷ, അവരുടെ ചെയ്ത തെറ്റുകൾക്കനുസരിച്ചുള്ള വകുപ്പുകൾ അതിനകത്ത് ചുമത്തേണ്ടതുണ്ട്. ഇത്രയും നരാധമന്മാർ വളരെ ക്രൂരമായി കുട്ടിയെ മർദ്ദിക്കുകയും അവനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ നമുക്ക് ആവശ്യം അതിനകത്ത് 302 അത് നിർബന്ധമായിട്ടും ആ വകുപ്പ് ആ കേസിനകത്ത് ഉൾപ്പെടണം. അതോടൊപ്പം തന്നെ ഇതിന് വ്യക്തമായ ഒരു ഗൂഢാലോചന നടന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് റീസെൻ്റ്ലി നമുക്ക് വന്ന ആ പരാതി തന്നെ അതിന് തെളിവാണ്. അപ്പം അവൻ്റെ ക്ലാസ്സിലെ തന്നെ 6ഓളം വിദ്യാർത്ഥികൾ ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അപ്പം അവരുടെ ഇടപെടലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ SFI യൂണിറ്റിൻ്റെ ഉന്നതങ്ങൾ ഏറ്റവും ആ കോളേജിലെ തന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, അതായത് ഭാരവാഹികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരേ സമയം റാഗിങ്ങും ഒരു ഗൂഢാലോചനയും സംയുക്തമായിട്ടും വിധി നടപ്പിലാക്കിയ രീതിയിലാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് സംശയം, അതായത് ഒരു ഗൂഢാലോചനയുടെ സംശയം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഈ കുട്ടി അവിടെ മർദ്ദനമേറ്റു മരിച്ചപ്പോൾ, അതിനുശേഷം ആ വാർത്ത പുറത്തു വന്നപ്പോൾ
വലിയ തോതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കുറച്ചു പേർ ഇന്ന് പ്രതികരണവുമായി വന്നിട്ടുണ്ട്. 3 ദിവസമൊന്നും തല്ലിയില്ല, തല്ലുകൊണ്ടു എന്നത് സത്യമാണ്, അല്ലാതെ ഈ റാഗിംഗ് സ്ക്വാഡ് പറയുന്നത് പോലെ വലിയ പീഡനമൊന്നും നടന്നില്ല, ഇത്തിരി കടന്നുപോയി എന്ന രീതിയിലാണ് അവരുടെ സംസാരം. അത് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ആ വീഡിയോ കാണുമ്പോൾ തന്നെ. ഇതാരോ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബാക്കിൽ നിന്നും പറഞ്ഞു കൊടുത്ത് പറയുന്ന അതേ ഫീലിംഗാണ് ആ കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അത് അവർ പറയുന്ന രീതിയാണ് അവിടെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ തന്നെ ഇവരിത്രയും വ്യക്തമായിട്ട് ആ കുട്ടിയെ ഒരു ദിവസം തല്ലിയിട്ടുള്ളൂ, വേറൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ദൃക്സാക്ഷിയാണ്. അവർക്കെതിരെ ആ കാര്യം കണ്ടുകൊണ്ട് നിന്നിട്ട് വേറൊന്നും വെളിയിൽ പറയാത്ത കുട്ടിയാകുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കണം. ഈ വെളിപ്പെടുത്തൽ നടത്തുന്ന കുട്ടികൾക്കെതിരെ ഈ കുട്ടി അപ്പോൾ കണ്ടു നിന്ന കാര്യം വെളിയിൽ പറഞ്ഞിട്ടില്ല. ഇത്രയും നിസ്സാരവൽക്കരിച്ച് കാണിക്കുന്നത് ആ കുട്ടികൾ പറയാണ് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ കൊന്നിട്ടുണ്ടല്ലോ, പിന്നെ 3 ദിവസം നമ്മൾ അവരെ കഷ്ടപ്പെടുത്തിയില്ലല്ലോ, ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ അടിക്കുന്നു, കൊല്ലുന്നു, കെട്ടിത്തൂക്കുന്നു. ആ രീതിയിലാണ് ആ കുട്ടികൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അവർക്ക് ഈ കാര്യം വളരെ നിസ്സാരമായിപ്പോയി. 3 ദിവസം കഷ്ടപ്പെടുത്തണമായിരുന്നു, നമ്മൾ ഉന്നയിക്കുന്നതെല്ലാം കുറഞ്ഞുപോയി, കൂടിപ്പോയി, അവർ ചെയ്തത് കുറഞ്ഞുപോയി എന്നുള്ളൊരു തോന്നലാണ് ആ കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ അവരുടെ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ തന്നെ മതിയായില്ല എന്നൊരു ചോദ്യം അച്ഛനെ കൊണ്ട് വീണ്ടും വീണ്ടും ചോദിപ്പിക്കുന്നത് ഇത്തരം പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോഴാണ്. ഷിബു, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ PM ഷോ, ഇന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശം എന്ന് പറയുന്നത് ഈ VC-ക്കെതിരായ നടപടിയിലാണ്. VC അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം രൂക്ഷമായ വിമർശനം നടത്തുന്നുണ്ട്. ക്രിമിനലുകളാണ് ഇതിന് പിന്നിൽ എന്ന് അദ്ദേഹം അതിനെ തള്ളി പറയുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെതിരായി ഗവർണർ സ്വീകരിച്ച നടപടിയിൽ CPM-ന് കടുത്ത വിരോധമുണ്ട്. ഹർഷോ, കേൾക്കാമോ? പറഞ്ഞു. ഹലോ. ഗവർണർ എന്താ ചക്രവർത്തിയാണോ എന്ന് വിമർശനം ഉന്നയിക്കാൻ മാത്രം VC-ക്കെതിരായി സ്വീകരിച്ച നടപടിയിൽ CPM-ന് എന്തുകൊണ്ടാണ് ഇത്ര അതൃപ്തി? എന്നെ സംബന്ധിച്ച് ഞാൻ SFIയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയ്ക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിതിനകത്ത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിന് നേരെ ഉണ്ടായിട്ടുള്ള അക്രമവും അതിൻ്റെ തുടർച്ചയിലുണ്ടായിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശോധനകൾ നടക്കുമ്പോൾ ഈ അക്രമ സംഭവം നടന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിനകത്ത് ഉദ്യോഗസ്ഥർക്കോ അധികാരികൾക്കോ ആർക്ക് തന്നെ അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ട് എങ്കിലും അവർക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകുക എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് മറ്റ് എതിരഭിപ്രായങ്ങളൊന്നും SFIയെ സംബന്ധിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും മാതൃകാപരമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഭാഗം. അതിനകത്ത് അധ്യാപകരാണെങ്കിലും ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ആര് തന്നെ ആയാലും ഒരിക്കലും നടക്കാൻ വേണ്ടി പാടില്ലാത്ത ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടണം, അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. അതായത് VC-ക്കെതിരായ നടപടിയെടുത്തപ്പോൾ ഗവർണറെ MV ഗോവിന്ദൻ വിമർശിച്ചതിൽ അനുചിതമായി എന്ന് SFIക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ? അല്ല, ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് SFIയുടെ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. SFIയുടെ നിലപാട് ഇതാണ്. അല്ല, സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ശ്രീ PM ഷോ, സ്റ്റേറ്റ്മെന്റ് അല്ല, അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു കണ്ണൂരിൽ. അദ്ദേഹം പറഞ്ഞത് ഗവർണർ ഏകാധിപത്യപരമായ നിലപാടാണ് എടുത്തത്, ഗവർണർ എന്താ ചക്രവർത്തിയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. SFI ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്, CPM-ന്റെ നിലപാടുകൾ പറയാനല്ല അങ്ങിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് വിമർശിക്കുമ്പോഴും മാധ്യമങ്ങൾ വിമർശിക്കുമ്പോഴും SFIക്ക് നിലപാടുണ്ട്. CPM ഗവർണർ സ്വീകരിച്ച നിലപാടിനെ വിമർശിക്കുമ്പോൾ CPM-നെതിരെ അങ്ങനെ ഒരു പരാമർശം ഇപ്പോൾ നടത്തേണ്ടിയിരുന്നില്ല, അത് അനുചിതമായി എന്ന് പറയാൻ സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടന SFIക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അല്ല, ഞാനിത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങ് ആവർത്തിച്ചത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാത്തൊരു കാര്യം
മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് വേണ്ടി തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അനുഭവം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി എനിക്ക് പറയുന്നതിന് വേണ്ടിയുള്ള അവസരം എന്താ? അല്ല, എനിക്ക് പറയുന്നതിന് വേണ്ടിയുള്ള അവസരം എന്താ? നിങ്ങൾ ഹലോ, അല്ല, അവസരമാണെന്ന് പറഞ്ഞുകൊള്ളൂ. അവതാരയ്ക്ക് കേൾക്കുന്നുണ്ടോ? അതെ. അപ്പോൾ ആ നിലയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അനുഭവം അതാണ്. മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഏറ്റവും ദൗർഭാഗ്യകരമായ ഈ മരണത്തെ ഇന്നിപ്പോൾ നിങ്ങളുടെ ഇൻട്രോയിലടക്കം പറഞ്ഞു അത് SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ 18ഓളം പ്രതികൾ ആ കേസുമായി നടപ്പിലാക്കിയെന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ശ്രീ പി എം മാഷ് കേട്ടോ? അതിൽ എങ്ങനെ SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങളുടെ ഇൻട്രോയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മാതൃഭൂമി പലയാവർത്തിയത് പറഞ്ഞിട്ടുണ്ട്. SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്ന് പറഞ്ഞോ? ഈ മൂന്ന് ദിവസത്തിനിടയിൽ മാതൃഭൂമി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടത്. SFI ഒരു സംഘടന നടപ്പിലാക്കിയ കൊലപാതകം എന്ന് മാതൃഭൂമി പറഞ്ഞിട്ടില്ല. SFIയുടെ പ്രവർത്തകരും നേതാക്കളുമാണ് ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു സംഘടന എന്ന രീതിയിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ SFIക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയും. അല്ലാതെ നിങ്ങളുടെ SFIയുടെ സംസ്ഥാന സമിതി കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ആരും. നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഒരു തർക്കമില്ല. ഞാൻ ഈ സമയം കിട്ടുമ്പോഴൊക്കെ മാതൃഭൂമി കാണാറുണ്ട്. അങ്ങനെ പൂർണ്ണമായും മാതൃഭൂമി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു. അതേ വിധത്തിൽ ഞാനും കേട്ടിട്ടില്ല ശ്രീ പി എം ആർ ഷോ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കണമെന്ന് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ട കാര്യവുമായി ബന്ധപ്പെട്ട് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നിയാൽ അഭിപ്രായം പറഞ്ഞോട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട അവതാരകയോട് ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 ദിവസമായി നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. കഴിഞ്ഞ 2-3 ദിവസമായി മാതൃഭൂമി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഈ ഘട്ടത്തിൽ നിങ്ങളത് അങ്ങനെയല്ല, SFI ആസൂത്രണം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ലത്, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ദൗർഭാഗ്യകരം ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്ത നിലയിൽ തന്നെ മാധു സജി പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു, അതിൽ സന്തോഷമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ശ്രീ പി എം ആർ ഷോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയെന്നോ നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയില്ല എന്നോ പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. അത് പോലീസിന്റെയും നിയമത്തിന്റെയും നീതി നിർവഹണ സംവിധാനത്തിന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ നേതാക്കൾ, നിങ്ങൾ ആ കോളേജ് യൂണിയൻ ഭരിക്കാൻ ചുമതലപ്പെടുത്തിയവർ, നിങ്ങൾ ആ യൂണിറ്റ് നയിക്കാൻ ചുമതലപ്പെടുത്തിയവർ ഇതിൽ പ്രതികളാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു സംഘടനാ സംവിധാനം എന്ന നിലയ്ക്ക് SFIക്ക് മാറി നിൽക്കാൻ കഴിയില്ല. മറുപടി പറയേണ്ടതുണ്ട്, മാപ്പും പറയേണ്ടതുണ്ട് എന്ന നിലപാട് ഇവിടെയുണ്ട്. ശ്രീ പി എം ആർ ഷോ പറഞ്ഞോട്ടെ അങ്ങ് പറയണം. ഇതാണെന്നും അല്ലെന്നും പറയുന്നതിന് വേണ്ടി നിങ്ങൾ ഉത്തരവാദിത്വപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണെന്നേ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട സംവിധാനം മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളല്ല. കഴിഞ്ഞ 2-3 ദിവസമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങോട്ട് ഉറപ്പിക്കുന്നതും സ്ഥാപിക്കുന്നതും ഒക്കെ നിങ്ങളായിരുന്നു. അങ്ങനെയുള്ള സ്ഥാപിക്കലും ഉറപ്പിക്കലും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഞാനാണ് ശ്രീ പി എം ആർ ഷോ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല ബോധ്യമുണ്ട്. നല്ല ബോധ്യം എനിക്കുണ്ട്. അസഹിഷ്ണുതയല്ല അങ്ങതാ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഇടപെട്ട് സംസാരിക്കുന്ന പോലെ അങ്ങ് പറയുമ്പോൾ ഞാനും ഇടപെട്ട് സംസാരിക്കുന്നു എന്നുള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അങ്ങ് ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്. അതല്ല ഇതിനകത്തെ നിങ്ങൾ ഈ 24 മണിക്കൂർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ആകെ കിട്ടുന്ന ഒരു 15 മിനിറ്റ് ആണല്ലോ. അതെങ്കിലും അനുവദിച്ചതാ. ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ. പറഞ്ഞോട്ടെ യെസ്. അപ്പോൾ
ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു SFIയുടെ പ്രവർത്തകനും ഇത്തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമാകരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ ഉണ്ടായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അവരെ ഒഴിവാക്കുക, മാറ്റി നിർത്തുക, ഒരു കാരണവശാലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകുന്ന ഒരു നില ഉണ്ടാവരുത് എന്നുള്ള തീരുമാനം എടുക്കുക. തീരുമാനം ഞങ്ങൾ എടുത്തു. അത് നിങ്ങൾ ഈ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിനിപ്പുറമാണല്ലോ. ഞങ്ങളുടെ മുൻപിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തിയ സമയത്ത് തന്നെ കോളേജിൽ നിന്നും പ്രാഥമികമായിട്ടുള്ള എൻക്വയറി നടന്ന എൻക്വയറി റിപ്പോർട്ടിനകത്ത് പറഞ്ഞു വെച്ച 12 പേരിൽ 4 SFIയുടെ പ്രവർത്തകരുണ്ട്, എന്നാൽ പ്രവർത്തകരല്ല ക്യാമ്പസിനകത്ത് SFIയുടെ ലീഡർഷിപ്പ് ആയിരുന്ന ആളുകളുണ്ട് എന്ന് കണ്ട ഘട്ടത്തിൽ അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയും അവർക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി മാതൃകാപരമായ നടപടി ഉണ്ടാകണം എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അല്ലാതെ ഒരു ഘട്ടത്തിലും അവർ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയോ അവരെ ഈ പറഞ്ഞ പോലെ സംസ്ഥാന ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാനാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മരണം ഇരന്നു വാങ്ങിയതാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മരണപ്പെട്ട ആളെ അവഹേളിക്കുന്നതിന് വേണ്ടിയോ അല്ല ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഈ പറഞ്ഞ ആളുകളെ കൊണ്ട് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ നടക്കുന്നതിനെ ഒന്നുമല്ല ഞങ്ങൾ സ്വീകരിച്ചുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ജിൻഡോ ജോൺ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞോളും. പിന്നെ മാധ്യമങ്ങൾ പറയുന്നതിന് മുമ്പ് SFIക്ക് നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളും കേരള സമൂഹവും ഇതറിയാൻ പരമാവധി പൊതിഞ്ഞു വെക്കാനുള്ള ശ്രമങ്ങൾ എവിടെ നിന്നുണ്ടായി എന്നതുകൂടി നാട്ടുകാർക്കൊക്കെ അറിയാം എന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ശ്രീ ജിൻഡോ ജോൺ, അങ്ങനെ മാധ്യമങ്ങൾ അറിയുന്നതിന് മുൻപ്, കേരളം അറിയുന്നതിന് മുൻപ് SFIയുടെ ആ നടപടിയെടുത്ത 12 പേരിൽ 4 പേർ SFIയുടെ നേതാക്കളായവരെ, SFIയുടെ പ്രവർത്തകരായവരെ മാറ്റി നിർത്താൻ SFIക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീ ജിൻഡോ ജോൺ, SFIക്ക് ഇനി ഇതിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല. സാധിക്കുന്നതിനോടൊപ്പം ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമാണ് ആ ക്യാമ്പസിൽ നടന്നത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി SFIയുടെ വയനാട് ജില്ലാ ഘടകം ആ ഘട്ടത്തിൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. പത്രക്കുറിപ്പന്റെ മാതൃഭൂമിയുടെ മാതൃഭൂമി പത്രത്തിന്റെ വയനാട്ടിലെ ബ്യൂറോയിലൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചു നോക്കുക എന്താ SFIയുടെ സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്തില്ല എന്നുള്ളത്. SFIയുടെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലെന്നോ, SFIയുടെ പ്രതികരണം വന്നില്ലെന്നോ ഒന്നും ഇവിടെ പറഞ്ഞില്ല. ആ പ്രതിപട്ടികയിലുള്ളത് SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അവരെ അങ്ങനെ അങ്ങ് അന്യപ്പെട്ടു നിർത്താനും കഴിയില്ല. ഒരു സംഘടനയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ പാനലിൽ നിന്ന് മത്സരിച്ചവർ, നിങ്ങൾ നയിക്കാൻ ചുമതലപ്പെടുത്തിയവരാണ്. അങ്ങനെയാകുമ്പോ അല്ല, നിങ്ങളുടെ ആ ഘടകം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല. അത് വ്യക്തിപരമായ തീരുമാനവും നടപ്പിലാക്കലും മാത്രമാണ് എന്നൊന്നും പറഞ്ഞു പോലെ ആശോ. അല്ല ബാക്കി 14 പേരുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അല്ല, നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാ ഇത് ആസൂത്രണം ചെയ്ത ആള്. അല്ലല്ല അങ്ങനെയല്ല, ഞാൻ പറയാം. ഇത് ആസൂത്രണം ചെയ്ത മുഖ്യ സൂത്രധാരൻ ഇന്ന് രാവിലെ അറസ്റ്റിലായ സിൻജോ ജോൺസൺ ആണ് എന്നുള്ളതാണ് മാതൃഭൂമി രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആസൂത്രണം ചെയ്തത്, ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ച ആള് സിൻജോ ജോൺസൺ ആണ് എന്നുള്ളതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിൻജോ ജോൺസന്റെ പൊളിറ്റിക്സ് എന്താ എന്നുള്ളത് നിങ്ങൾ എന്താ അന്വേഷിക്കുമായിരുന്നു? അങ്ങ് പറയൂ, സിൻജോ ജോൺസന്റെ പൊളിറ്റിക്സ് എന്താണ്? ഈ സിൻജോ ജോൺസന്റെ രാഷ്ട്രീയം എന്താന്നുള്ളത് അല്ല നിങ്ങൾ എന്താ അന്വേഷിച്ചു പോയില്ല? അങ്ങ് പറയൂ. ഞാൻ അന്വേഷിച്ചു പോയില്ല, ഞങ്ങൾ അന്വേഷിച്ചു പോയില്ല, അത് ഞങ്ങളുടെ വലിയ പിഴവ്. അങ്ങ് പറയൂ, ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അങ്ങ് പറയൂ, ഈ വേദിയിൽ പറയൂ. സിൻജോ ജോൺസൺ സജീവ യൂത്ത് കോൺഗ്രസ്സുകാരനാണ് കൊല്ലത്തെ. ഓക്കെ, സജീവ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ. സജീവ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും സജീവ SFIക്കാരും സജീവ SFI നേതാക്കളും എല്ലാവരും കൂടി ചേർന്ന് നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്ന് അല്ലെ? ശരി, അങ്ങനെ ആവട്ടെ. അതാണ് ഞാൻ നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചത്. SFI എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ട വികാരമാണോ എന്ന്. ഞാൻ ശ്രീ ജിൻഡോയോട് ചോദിക്കാം. ശ്രീ ജിൻഡോ, നിങ്ങൾ ഇത്രയും ദിവസം SFIയെ കുറ്റപ്പെടുത്തിയത് ഒന്ന് വഴങ്ങണേ ചോദിക്കാമെന്നേ. ഞാൻ ജിൻഡോയോട് ചോദിക്കാം, അങ്ങൊന്ന് അടങ്ങൂ, അങ്ങൊന്ന് വഴങ്ങിത്തരൂ. ശ്രീ ജിൻഡോ ജോൺ, ഇത്രയും ദിവസം SFIയെ കുറ്റവിചാരണ ചെയ്യാൻ, ഇത്രയും ദിവസം SFIയെ കുറ്റച്ചാർത്ത് നടത്താൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ മുൻനിരയിലുണ്ടായിരുന്നു. നിങ്ങളുടെ വലിയ സമര പരമ്പരകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സിൻജോയുടെ രാഷ്ട്രീയം സജീവ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് PM ഹർഷ ആരോപിക്കുന്ന മറുപടി എന്താണ്? മാധു, അതില് എന്തായാലും ആർഷ പറഞ്ഞ് ഞങ്ങൾക്കൊരു പുതിയ യൂത്ത് കോൺഗ്രസ്സുകാരനെ കൂടി സംഭാവന ചെയ്തതിൽ അദ്ദേഹത്തോട് അതിനുള്ള മറുപടി ഞാൻ പറയാം. അതിനേക്ക് മുമ്പേ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ദൗർഭാഗ്യകരമായ സംഭവം നടന്നതിൽ SFIക്ക് സങ്കടമുണ്ട് എന്ന്. എന്താണ് ഇവിടെ ദൗർഭാഗ്യകരം? ആ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന്
ഒരു 5-6 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ സമൂഹം ഇത് മറക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ആ പ്രതീക്ഷ ഇരുളടഞ്ഞു പോകും എന്നുള്ളതിനപ്പുറം എന്ത് ദൗർഭാഗ്യകരം എന്ന SFI ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് അവിടെ നടന്നിട്ടുള്ള സംഭവം നീതീകരിക്കാൻ പറ്റാത്തതാണെന്ന്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ നീതീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവത്തിലെ പ്രതിയും പിടികിട്ടാ പുള്ളി എന്ന് പറയുന്ന ആളാണ് എന്നോടൊപ്പം മാധുവിനോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർഷോ, കൂടെ പഠിച്ച അജാസ് എന്ന് പറഞ്ഞ KSUക്കാരനെ തട്ടിക്കൊണ്ടുപോയി കോളേജ് ഹോസ്റ്റലിൽ കെട്ടിയിട്ട് നെഞ്ചൊക്കെ കൊണ്ട് ഇടിച്ചു കൊല്ലാൻ നോക്കിയ കേസിലെ പ്രതിയാ. കോടതി പോലും ഇയാളെ എന്താ പിടിക്കാത്തെന്ന് പോലീസിനോട് ചോദിച്ചിട്ട് അതിന് ഉത്തരം പോലീസിനില്ല. അപ്പോഴാണ് അദ്ദേഹം സിദ്ധാർത്ഥന്റെ വിഷയത്തെക്കുറിച്ച് അഡ്രസ് ചെയ്യാൻ വരുന്നത്. ഇനി രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞ SFI എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഇതിൽ ബന്ധമില്ലെന്ന്. ആ പൂക്കോട് കോളേജിലെ SFIയുടെ പ്രവർത്തകർ ഇലക്ഷൻ ജയിച്ചാൽ അത് SFIയുടെ നേട്ടം, അവിടുത്തെ ചെയർമാൻ ജയിച്ചാൽ അത് SFIയുടെ നേട്ടം. ചെയർമാനും പാർട്ടി സെക്രട്ടറിയും യൂണിറ്റ് സെക്രട്ടറിയും ഒക്കെ ചേർന്ന് ഒരാളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയാൽ അത് സംഘടനയ്ക്ക് ബന്ധമില്ലെന്ന്. സംഘടന എന്താ വല്ല അന്യഗ്രഹ ജീവിയാണോ? ഈ പാർട്ടി ഓഫീസിൽ മാത്രം ഇരിക്കുന്ന പടം ഇട്ട് വെച്ചിരിക്കുന്ന ആളുകൾ മാത്രമാണോ ഈ സംഘടന എന്ന് പറഞ്ഞാൽ? സംഘടന എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും ചേർന്നതാ. അങ്ങനെ വരുമ്പോൾ ആ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ഈ കേസിലെ പ്രതികളാണ്. പിന്നെ താങ്കൾ പറഞ്ഞു സിൻജോ ജോൺസൺ കോൺഗ്രസ്സുകാരനാണ്, യൂത്ത് കോൺഗ്രസ്സുകാരനാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന സിൻജോ ജോൺസൺ ഈ കേസിലെ മുഖ്യ പ്രതിയും മുഖ്യ സൂത്രധാരനുമാണെങ്കിൽ SFIക്ക് എന്താ സമരമില്ലാത്തത്? SFIയുടെ വയനാട് ജില്ലാ കമ്മിറ്റിക്ക് മാർച്ച് നടത്താൻ പറ്റാത്തത് എന്താ? SFIയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് എന്താ മാർച്ച് ഇല്ലാത്തത്, സമരമില്ലാത്തത്, പ്രതിഷേധമില്ലാത്തത്? നിങ്ങൾക്ക് എന്താ പ്രതിഷേധമില്ലാത്ത ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പ്രതിയാണെങ്കിൽ? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? 5-6 ദിവസം കഴിഞ്ഞിട്ട് കുറെ ക്യാപ്സ്യൂളുമായിട്ട് വന്നേക്കുക. ആരെങ്കിലും വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? ഇനി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നടപടിയെടുത്തു എന്ന് ജിൻഡോയ്ക്ക് നല്ല ഉറപ്പുണ്ടോ നാളെ ഇത് തിരുത്താൻ ഇടവന്നാൽ വലിയ നാണക്കേടാകും? SFIയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമത്തിന്റെ ഫ്ലോറിൽ വന്നതെന്ന് വെറുതെ പറയും എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും. മാധു, ഈ നിമിഷം വരെ എനിക്ക് സിൻജോ ജോൺസന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. സിൻജോ ജോൺസൺ വയനാട് പൂക്കോട്ട് ലോ കോളേജ് വെറ്റിനറി കോളേജിലെ SFIയുടെ സജീവ പ്രവർത്തകൻ എന്നാണ് നമ്മളുടെയൊക്കെ അറിവ്. ഇനി മറിച്ചൊരു അറിവുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു വിട്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല. സിൻജോ ജോൺസന്റെ രാഷ്ട്രീയം ഇനി കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ അല്ലെങ്കിൽ ആരും ആയിക്കൊള്ളട്ടെ, സിൻജോ ജോൺസൺ എന്ന് പറഞ്ഞ നരാധമനെതിരെ നിങ്ങൾക്ക് സമരമില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് സമരമുണ്ട്, ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്തുകൊണ്ടാണ് അതിൽ പ്രതിഷേധമില്ലാത്തത്? അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ നിങ്ങളുടെ ആളുകൾ കൂടി ഉൾപ്പെട്ടത് കൊണ്ടാണോ? അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളും നിങ്ങളുടെ ആളുകളാണ്. ഒരാൾ പോലും ആ ക്യാമ്പസിൽ എതിർത്ത് സംസാരിക്കാൻ മറ്റൊരു രാഷ്ട്രീയ സംഘടനയിലെ ഒരാൾ പോലും ഇല്ലാത്തടത്ത് നിങ്ങൾ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പുതിയതായിട്ട് കണ്ടുപിടിച്ചു വന്നിരിക്കുന്നു. ഞാൻ പിന്നെ ചോദിച്ചു വന്ന കാര്യം, ഇത് മാധ്യമങ്ങൾ അറിയുന്നതിന് മുമ്പല്ല നിങ്ങൾ നടപടിയെടുത്തത്. മാധ്യമങ്ങൾ അറിഞ്ഞ് ഇത് വഷളായി ആ കുടുംബത്തിന്റെ പരാതി വന്നതിന് ശേഷം നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ 4 ആളെ സസ്പെൻഡ് ചെയ്തതിന്റെ മേനി നടിക്കാൻ വരുന്നു. നിങ്ങൾക്ക് ആ ഡീനിനെതിരെ പരാതിയില്ലേ? ആ ഹോസ്റ്റലിലെ വാർഡനെതിരെ പരാതിയില്ലേ? ഈ ചെറുപ്പക്കാരന് 3 ദിവസം ഭക്ഷണവും വെള്ളവും കിട്ടാതെ മുറിയിൽ അടച്ചിട്ട് പീഡിപ്പിക്കപ്പെട്ടു, കൊന്ന് കെട്ടിത്തൂക്കി എന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങളിൽ നിങ്ങൾക്ക് ഒരു മാനവികതയും തോന്നുന്നില്ലേ ആർഷോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ഒരു മര്യാദ ഈ പൊതുസമൂഹത്തോട് ഇത്രത്തോളം കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും പ്രതികരണം ആർഷോ കേൾക്കാത്ത പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഗവർണർ ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരു ഉദാഹരണം മാത്രമാണിത്. അദ്ദേഹത്തിന് അവകാശമുള്ളതും ഇല്ലാത്തതും ഒക്കെ കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം വൈകാരികമായ നിലപാടാണ് പലതിലും എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും പിന്നിൽ പൊളിറ്റിക്സാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനാവുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇങ്ങനെ ഒരു നിലപാടല്ലല്ലോ സ്വീകരിക്കേണ്ടത്. അതിന് ഗവൺമെൻറ്റിനോടല്ലേ പറയേണ്ടത്. എല്ലാം ഞാനാണെന്ന് പറഞ്ഞാൽ എന്താ ഇത് ചക്രവർത്തിയോ? ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഇതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഗവർണറുടെ നടപടിയിൽ. കുറച്ച് നാളുകൾ മുമ്പ് വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനിരയായി വീട്ടിൽ മരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എടുത്ത ഒരു നിലപാടുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുക. വലിയ കരഘോഷമായിരുന്നു. അദ്ദേഹം അതിനെതിരെ കേസിന് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നിയമപരമാണോ എന്നുള്ളതൊന്നും ആരും ചർച്ച ചെയ്തില്ല. ഇന്നിപ്പോൾ ഗവർണർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. നിയമപരമല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണം. പക്ഷെ ചോദ്യം ചെയ്യാൻ VC തയ്യാറല്ല. എന്തുകൊണ്ടാണ് ഇത്ര നിശിതമായ വിമർശനം ഗവർണർക്കെതിരെ ഉണ്ടാകുന്നത്? മധു, ഇവിടെ നടന്നിട്ടുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ആ കൊലപാതകം
മൂടി വയ്ക്കാൻ വേണ്ടി ഒരു സർക്കാർ സംവിധാനം മുഴുവൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. വയനാട് ജില്ലയിലെ പോലീസ് സംവിധാനവും വയനാട്ടിലെ CPM നേതൃത്വവും അടക്കം എല്ലാവരും ചേർന്ന് ഈ കൊലപാതകം മൂടി വയ്ക്കാനും മറച്ചു വയ്ക്കാനും ദിവസങ്ങളോളം ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളും കേരളവും ഇത് അറിയാൻ ദിവസങ്ങളോളം വൈകിയത്. ഈ ഒരു മൃഗീയമായ കൊലപാതകം, ഒരു വിദ്യാർത്ഥിയെ ദിവസങ്ങളോളം ഭക്ഷണം പോലും കൊടുക്കാതെ പച്ചവെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊന്ന സംഭവം പുറം ലോകം അറിയരുത് എന്ന ഉദ്ദേശത്തോടുകൂടി ദിവസങ്ങളോളം മൂടി വയ്ക്കാൻ CPM-ന് സാധിച്ചു എന്നുള്ളത് അവരുടെ സംഘടനാ സംവിധാനത്തിന് മികവായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഈ വിഷയത്തിൽ വളരെ വൈകാരികമായി തങ്ങളുടെ വീട്ടിലെ ഒരു പൊന്നുമോന് സംഭവിച്ച ഒരു ദുര്യോഗം പോലെ എല്ലാവരും വിഷമത്തോടു കൂടി ഏറ്റെടുത്ത ഈ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ല. ഇതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള കോളേജിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദികളായിട്ടുള്ള വൈസ് ചാൻസലറും ഡീനും അടക്കമുള്ളവരൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്, അതല്ലെങ്കിൽ ഈ കൊലപാതകം മറച്ചുവെക്കാനുള്ള പരിശ്രമത്തിൽ അവരുടെയൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. അത് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ സംസ്ഥാനത്തെ ഭരണാധികാരികളുടെ ചുമതലയാണ്. ഭരണത്തലവൻ എന്നുള്ള നിലയ്ക്ക് ഗവർണർ ആ ചുമതല നിർവഹിച്ചു. അതിൽ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സിദ്ധാർത്ഥിന്റെ കുടുംബം കൃത്യമായി ഗവർണറെ അഭിനന്ദിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ അംഗീകാരം മതി, SFIയുടെ അംഗീകാരമോ ഗോവിന്ദന്റെ അംഗീകാരമോ ഈ കാര്യത്തിൽ ആവശ്യമില്ല. കാരണം ഗവർണർ എടുത്തത് ശരിയായ നിലപാടാണെന്ന് ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. ആ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഗോവിന്ദൻ പറഞ്ഞതുകൊണ്ട് ഗവർണർ എടുത്ത ഘടകവിരുദ്ധമായ നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്ററുടെ വിമർശനം എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്, രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം ഗവർണർ പറഞ്ഞതാണ് SFI PFI ബന്ധമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ നേതാവ്, കേന്ദ്ര നേതാവ് ജാവ്ദേക്കർ ഇവിടെ വന്ന് പറഞ്ഞത് CPM-ന്റെ PFI ആണ് SFI എന്നാണ്. അപ്പോൾ നിങ്ങളിതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഗോവിന്ദ മാസ്റ്റർ അടക്കം പറഞ്ഞതിന് സാധൂകരണമാണോ ഈ പ്രതികരണങ്ങൾ? ഇത്ര മൃഗീയമായി മനുഷ്യനെ കൊല ചെയ്യാൻ സാധിക്കുന്ന SFIക്കാരെ PFIയുമായി അല്ലാതെ, ഈ നിരോധിത തീവ്രവാദ സംഘടനയുമായി അല്ലാതെ മറ്റാരുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്? ഗവർണർ ഇക്കാര്യങ്ങൾ പറയുന്നതിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹത്തിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ, ആ പ്രതികളിൽ കുറച്ചുപേർ PFI പ്രവർത്തകരായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് രാജ്ഭവൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ടാകാം. ഇവിടെ ചർച്ച വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഈ വിഷയം എന്ന് പറയുന്നത് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഗവൺമെന്റ് പരാജയപ്പെടുന്നു, നമ്മുടെ സിസ്റ്റം പരാജയപ്പെടുന്നു, നമ്മുടെ പോലീസ് പരാജയപ്പെടുന്നു. ഈ പോലീസും സിസ്റ്റവും നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു തിരുനാളമായി, ആശ്വാസത്തിന്റെ തിരുനാളമായി, നീതിയുടെ വെളിച്ചമായി രാജ്ഭവൻ മാറി എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനോട്, ഗവർണറോട് സിദ്ധാർത്ഥിന്റെ കുടുംബം ഇന്ന് നന്ദി പറഞ്ഞിട്ടുള്ളത്. ഗവർണർ കരുത്തനായിട്ടുള്ള ആ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ സർട്ടിഫിക്കറ്റിനപ്പുറം ഒരു ഗോവിന്ദന്റെയും സർട്ടിഫിക്കറ്റ് കേരളത്തിന്റെ ഗവർണർക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ PM അർഷദ, ജിൻഡോയോട് ചോദിക്കുന്നു, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവാണോ, നിങ്ങളുടെ പ്രധാനപ്പെട്ട അനുഭാവിയും സജീവ പ്രവർത്തകരുമാണോ ഈ ഇന്ന് പിടിയിലായിരിക്കുന്ന പ്രധാന പ്രതി എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെയുമാണ് ഞങ്ങളുടെ സമരം എന്ന് ജിൻഡോ പറയുന്നു. നിങ്ങൾക്കെന്താ സമരമില്ലാത്തത് SFI എന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ജിൻഡോ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ സമരമില്ലാത്തത് എന്ന ചോദ്യം ഞാൻ അങ്ങയോട് ആവർത്തിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ സമീപകാലത്ത് എന്നല്ല, നമുക്ക് ആർക്കും ഇനി ഓർത്തെടുക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്, അങ്ങ് തന്നെ ദൗർഭാഗ്യകരം, നിർഭാഗ്യകരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ്. മുഖ്യമന്ത്രി മഹാമൗനത്തിലാണ് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം വരുന്നു. ഒരു അനുശോചനത്തിന് പോലും അർഹതയില്ലേ ആ മരിച്ചുപോയ കുട്ടിക്ക്? ഹലോ, ഹർഷയ്ക്ക് കേൾക്കാമോ? പറഞ്ഞു കേൾക്കാം. ഞാൻ ചോദിച്ചത് അങ്ങ് കേട്ടുവോ? ഒന്നുകൂടെ ആവർത്തിക്കും. ഞാൻ രണ്ടു കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ് ഇന്ന് അറസ്റ്റിലായത് എന്ന് അങ്ങ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സമരമില്ലാത്തത് എന്ന് ജിൻഡോ അങ്ങയോട് തിരിച്ചു ചോദിക്കുന്നു. ഇനി അഥവാ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് അറസ്റ്റിലായത് എങ്കിൽ അയാൾക്കെതിരെയും കൂടിയാണ് ഞങ്ങളുടെ സമരം എന്ന് ജിൻഡോ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് സമരമില്ലാത്തത് എന്ന്. രണ്ടാമത്തേത്, പ്രതിപക്ഷ നേതാവിന്റെ വിമർശനമാണ് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്ന്, മുഖ്യമന്ത്രി മഹാമൗനത്തിലാണ് എന്ന്. ഇത്ര ദൗർഭാഗ്യകരമായി, നികൃഷ്ടമായി, മനുഷ്യത്വത്തിന് നിരക്കാത്ത തരത്തിൽ കൊല ചെയ്യപ്പെട്ടൊരു പാവം വിദ്യാർത്ഥി ഒരു അനുശോചനം പോലും അർഹിക്കുന്നില്ല എന്നാണോ?
ഇതിനകത്ത് സിൻജോ ജോൺസന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അത് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി കാരണം അദ്ദേഹം സജീവ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ഇതിനകത്ത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം കഴിഞ്ഞ 3-4 ദിവസമായി മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള 14 ആളുകളുടെ രാഷ്ട്രീയം തികയുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല. 14 ആളുകളുടെ രാഷ്ട്രീയം തികയാതിരിക്കുകയും ഈ 4 SFI പ്രവർത്തകർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അത് SFI ആണ്, അല്ലെങ്കിൽ SFI നടത്തിയ കൊലപാതകം. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SFI നടത്തിയ കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ ശ്രമം അത്ര നിഷ്കളങ്കല്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഘടനയെ SFIക്കെതിരെ ഈ പറഞ്ഞ പോലെ വല്ലാത്ത പ്രചരണം നടത്തണം, അല്ലെങ്കിൽ SFI അങ്ങ് നശിപ്പിച്ചു കളയണം. അതിന് വേണ്ടിയിട്ടുള്ള ആയുധമായിട്ട് ഈ മരണത്തെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ശരിയല്ല എന്നുള്ളതാണ്. ഇന്നലെ KC വേണുഗോപാൽ വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഒരു അനുവാദം ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞു മാധ്യമങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഈ 4 പേർക്കെതിരെ നടപടി എടുക്കുമെന്ന്. CPM ഞാൻ എന്തായാലും ഇത് പകുതിയാക്കിയല്ലോ. അതായത് SFI ഓൺ ചെയ്യുന്നുണ്ട് ഇവരെ, SFI ഓൺ ചെയ്യുന്നുണ്ട് ഇവരെ. ഓക്കെ ഞാനിത് പൂർത്തിയാക്കാണ്. SFI ഓൺ ചെയ്യുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് ഓൺ ചെയ്യുന്നില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അങ്ങ് പറഞ്ഞോളൂ. അല്ല, അതിനകത്ത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരിതിനകത്ത് ഏതെങ്കിലും ഒരു ക്രൈമിനകത്ത് ഉൾപ്പെട്ട ആളുകളെ മാറ്റി നിർത്തുന്ന നിലയുണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നേരത്തെ സംസാരിച്ച ഘട്ടത്തിൽ സൂചിപ്പിച്ചു. കേരളത്തിനകത്ത് കേരളത്തെ നടുക്കുന്ന നിലക്ക് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താ കേരളത്തിനകത്തെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്? എന്താ കേരളത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്? യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നില്ലേ ആ നിഷ്ഠൂരമായ കൊലപാതകം നടന്നത്? ആ കൊലപാതകം നടന്നത് അതിന്റെ തുടർച്ചയിൽ ഇവരെന്താ ചെയ്തത്? അന്ന് കൊലപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പൊ എവിടെയുള്ളത്? അദ്ദേഹം ഇന്ന് സംസ്ഥാന ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാനാണ്. അന്ന് ഒപ്പം പ്രതികളായിരുന്ന മറ്റ് ആളുകൾ, മറ്റ് KSU പ്രവർത്തകർ, അവരിന്ന് അവിടെയാണ്. അവരിന്ന് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായും KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും സ്ഥാനക്കയറ്റം കൊടുക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? അവർ തള്ളി പറയാൻ വേണ്ടി തയ്യാറായോ? വെറുതെ ഒരു സംഘടനാ നടപടിയെങ്കിലും എടുത്തോ? ഇല്ലല്ലോ. അവരെന്റെ കുട്ടികളാണ് എന്നുള്ളതല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായ പ്രകടനങ്ങളെ കുറിച്ച് അവതാരകർ സൂചിപ്പിച്ചു. ഈ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഒന്ന്, ഈ ധീരജ് രാജേന്ദ്രൻ ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകന്റെ, കോൺഗ്രസ് അനുഭാവിയുടെ, കോൺഗ്രസുകാരനായിട്ടുള്ള രാജേന്ദ്രന്റെ മകനായിരുന്നില്ലേ? ഇവരാരെങ്കിലും ധീരജിന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലുന്നതിന് വേണ്ടി പോട്ടെ, ആ മരണപ്പെട്ട വ്യക്തിയെ അവഹേളിക്കാവുന്നതിന്റെ പരമാവധി ഇവർ അവഹേളിച്ചില്ല. എരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്നല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്? എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടല്ലേ കൊലപ്പെടുത്തിയ ആളുകളെ സ്വീകരിച്ചിരുത്തിയത്? എന്നിട്ട് ഇവർ വന്നിരുന്ന് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. ഈ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അത് ഒരാത്മാർത്ഥതയും ഇല്ലാത്തതാണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് അറിയാം. നിങ്ങളിപ്പോ യൂത്ത് കോൺഗ്രസ്സുകാരനാണ് സിൻജോ എങ്കിൽ സിൻജോയ്ക്കെതിരെയുമാണ് നിങ്ങളുടെ സമരം എന്ന് പറയുന്നത്. എന്ത് സിൻജോയ്ക്കെതിരെ നിങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വത്തിലുള്ള സിൻജോയെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറാകുമോ? യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തയ്യാറാകുമോ? ഇല്ല, നിങ്ങൾ തയ്യാറാകില്ലെന്നേ. നിങ്ങൾ സൂചിപ്പിക്കും ധീരജിന്റെ കൊലപാതകം നടന്ന ഘട്ടത്തിൽ പറഞ്ഞതുപോലെ കോടതി ശിക്ഷക്കാരനാണെന്ന് വിധിക്കട്ടെ, കോടതി വിധിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ മാറ്റി നിർത്താം എന്നുള്ളതായിരുന്നു അന്നവരുടെ നിലപാട്. അപ്പൊ ആ നിലപാടല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗമായ ഒരാളെങ്കിലും ഈ നിഷ്ഠൂരമായ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ, ആ ആക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ ആ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ആ ആളുകളെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. അവരെ ഞങ്ങൾ മാറ്റി നിർത്തും. അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യത്തിന് ഞങ്ങൾ ഉറച്ചു നിൽക്കും. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. അതാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ നാടുകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവര് SFI ഇപ്പോ BJPയുടെ വൃന്ദി ഉൾപ്പെടെ SFI PFI ആയിട്ട് SFI ക്രിമിനലുകളാണ് എന്നൊക്കെയുള്ള സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം എടുക്കുന്നേ, കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം എടുക്ക്. അപ്പൊ അറിയാം ആക്രമിക്കപ്പെട്ടത് അത്രയും SFI ആയിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. ഈ നിലയിൽ ഇപ്പോ നിങ്ങളെന്തോ രാക്ഷസ കോട്ടയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പൂക്കോട് ക്യാമ്പസിനെ. പൂക്കോട് ക്യാമ്പസിനകത്ത് മറ്റ് സംഘടനകൾ ഇല്ല എന്നാ പറയണത്. പൂക്കോട് ക്യാമ്പസിനകത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇതര വിദ്യാർത്ഥി സംഘടനകൾ മത്സരിച്ചിട്ടുണ്ടല്ലോ. അവിടെ നിങ്ങൾക്ക് പൂക്കോടല്ല മറ്റ് പല ക്യാമ്പസിലും KSUവിന് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളെ കിട്ടാത്തതിനകത്ത് ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇന്ന് ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ഇപ്പോ തുടക്കത്തിൽ സംസാരിച്ചപ്പോ ആദ്യഘട്ടത്തിൽ അവതാരിക ഇന്ന് അഭിപ്രായ പ്രകടനം നടത്തിയ, ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്ന നിലയുണ്ടായി. ആ വിദ്യാർത്ഥികൾ നിങ്ങളെ വന്ന് കണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ട് എന്ന് പറയുകയാണോ ചെയ്തത്? അല്ലല്ലോ.
നിങ്ങൾ പോയി കണ്ടുപിടിച്ച വിദ്യാർത്ഥികളല്ലേ നിങ്ങൾ ആ ക്യാമ്പസിനകത്ത് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായം ചോദിച്ചല്ലേ? അല്ല, ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇനി അങ്ങനെ പ്രതികരിക്കുമ്പോൾ തന്നെ ആ പ്രതികരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടെങ്കിൽ കാരണം ആ പ്രതികരണത്തോട് സിദ്ധാർത്ഥന്റെ അതൊക്കെ കേട്ടു. ഞങ്ങൾ കേട്ടു. ഇത്രയും ദിവസം ആ വിമർശനം ഉന്നയിക്കാനുള്ള വേദി കൂടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്ത് അദ്ദേഹത്തോടൊരു ചോദ്യമായി ഉന്നയിച്ചത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മാത്രമേ പ്രതികരണം പാടുള്ളൂ, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഒരു MSF-കാരൻ ഉണ്ടെന്നേ അയാൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ മാധ്യമം കൊടുക്കായിരുന്നു? ഉണ്ടെന്നേ. ഉണ്ടെന്നേ. അത് MSF-കാരൻ ഞങ്ങൾ പോയിട്ട് എഴുതി പഠിപ്പിച്ചു കൊടുത്തതാണോ? കൊടുത്തില്ലെന്ന് നിങ്ങൾ ഇത്രയും ദിവസമായി ക്യാമ്പസിനകത്തേക്ക് കടന്നില്ലാതിരുന്നത് എന്താ? ഇനി ഞങ്ങൾ ആരെങ്കിലും ഈ ആളുകളെ തയ്യാറാക്കി നിർത്തി മാതൃഭൂമി ഉൾപ്പെടെ പ്രതികരണം ചോദിച്ചു ഒരൊറ്റ തയ്യാറല്ലെന്നേ. ഞങ്ങൾക്ക് ആ ക്യാമ്പസിനെ പറ്റി വലിയ അത്ഭുതവും നിരാശയും ഒക്കെയാണ്. ഒരു കൂടെ പഠിക്കുന്ന ഒരുത്തനെ തല്ലിക്കൊന്നു എന്ന ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഈ തീവ്രത അളക്കുന്ന യന്ത്രമുണ്ടായത്. കഷ്ടമാണ്, അപഹാസ്യകരമാണ്, അധപതനമാണ്. മാഡം, അങ്ങനെ എന്തെങ്കിലും യന്ത്രം മാതൃഭൂമിന്റെ ഓഫീസിലുണ്ടാവും, SFI ഓഫീസിലില്ല. ആ പ്രതികരിക്കുന്ന കുട്ടികളെ എന്റെ കുഴപ്പമല്ല ശ്രീ പി. മാർഷോ, കേട്ടോ? അവരാണ് പറഞ്ഞത് തീവ്രതയുടെ കാര്യം. മാതൃഭൂമിയല്ല തല്ലിയത്. തല്ലുകൊണ്ടിട്ടുണ്ടെന്നേ, ഇച്ചിരി കടന്നുപോയി എന്നൊക്കെ പറഞ്ഞു. മാതൃഭൂമിയല്ല. അപ്പൊ അതിന്റെ തീവ്രതയെ കുറിച്ചാണല്ലോ പരാമർശം നടന്നത്. ആ തീവ്രതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഴയ തീവ്രത ഞാൻ പറഞ്ഞില്ല, അങ്ങേക്ക് തോന്നിയായിരിക്കും. അല്ല, നിങ്ങൾ സംസാരിച്ചോ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം കേട്ടോ ശ്രീ പി. മാർഷോ. ഞാൻ തൽക്കാലം ഞാൻ സ്വന്തമായി ഇനി സംസാരിക്കുന്നത് ശരിയല്ല. ഞാൻ മറ്റേതിലേക്ക് വരാം. എന്റെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ അവസരം തരണം. ഓ, തീർച്ചയായും. അതിനിടയിൽ കയറിയിട്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ അങ്ങ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ശരിയാണ്. അത് മോശമാവുന്നുണ്ടോ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ഒരു അനുവാദം ചോദിക്കുകയും ചെയ്തത്. ശരി, എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ വരാം. അങ്ങൊന്ന് ക്ഷമിക്കണേ. ഇനി അഥവാ ഞാൻ ഇടപെട്ടത് കൂടി മാർഷോ അങ്ങ് പ്രധാനപ്പെട്ട നേതാവാണ്, അതിന് ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇതാ ഈ സിൻജോ ജോൺസന്റെ രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട SFI ഉന്നയിക്കുന്ന ആരോപണം വളരെ ഗൗരവമേറിയതാണ്. ഞാൻ അങ്ങോട്ട് നേരത്തെയും പറഞ്ഞു അത്. നിങ്ങൾ അതിനെതിരെയും കൂടിയാണ് സമരം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അംഗത്വത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്താത്തത്, സസ്പെൻഡ് ചെയ്യാത്തതെന്ന ചോദ്യം കൃത്യമാണ്. കാരണം നേരത്തെ ശ്രീ പി. മാർഷോ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ SFIയുടെ ഭാഗമായി എല്ലാവരെയും പുറത്താക്കാൻ സംഘടന തയ്യാറായി. നിങ്ങൾ തയ്യാറാകാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ധീരജിന്റെ അടക്കം കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്, ഞങ്ങളുടെ കുട്ടികളെന്ന് ചേർത്ത് പിടിച്ച നിലപാട് SFI സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും ശരിയാണ്. പറയൂ. മാധു, രണ്ട് ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് സിൻജോയുടെ കാര്യം, രണ്ട് ധീരജിന്റെ കാര്യം. സിൻജോയുടെ കാര്യം ഞാൻ ആദ്യം മറുപടി പറയും. സിൻജോ ജോൺസൺ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനും മെമ്പർഷിപ്പും ഉള്ള ആളാണെന്ന് ആർഷോ പറയുന്നു. നമ്മളുടെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ, ആർഷോയ്ക്ക് അത് ബോധ്യമുണ്ടെങ്കിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് സിൻജോ ജോൺസൺ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളി SFIയുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെ ഒപ്പം സിദ്ധാർത്ഥനെ കൊന്ന കേസിലെ പ്രതിയാണ് എന്ന് പറയണം. നിങ്ങൾ ആ രേഖകൾ പുറത്തുവിടണം. ഞങ്ങൾക്ക് അത് ബോധ്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ നിമിഷം പുറത്താക്കുക മാത്രമല്ല, സിൻജോ ജോൺസൺ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇനി വരാത്ത രീതിയിൽ തുറുങ്കിലടക്കണമെന്ന് കൂടി യൂത്ത് കോൺഗ്രസ് പറയും. നിങ്ങളത് പറയോ? ഞങ്ങളത് പറയും. ഇനി നിങ്ങൾ MSF-കാരനായിട്ടുള്ള ഒരു കുട്ടി അവിടെ അഭിപ്രായം പറഞ്ഞു എന്ന്, ആ കുട്ടി അവിടെ MSF പ്രവർത്തകനല്ല എന്ന് MSF-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട്. കുറ്റം ചെയ്തവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അവർക്കെതിരെ SFIക്ക് എന്താ സമരമില്ലാത്തത്? SFI സംസ്ഥാന കമ്മിറ്റിക്ക് എന്താ സമരമില്ലാത്തത്? അതാണ് എൻ്റെ ചോദ്യം. അത് നിങ്ങൾ പറയണ്ടേ. ഇനി രണ്ടാമത്തത്, താങ്കൾ പറഞ്ഞു അക്രമികളെ ഞങ്ങൾ കൈകാര്യം ചെയ്തു പുറത്താക്കിയെന്ന്. നിങ്ങളുടെ പാർട്ടിയിലെ അക്രമികളെയാണ് ആദ്യം പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് ആർഷോയെ തന്നെയാണ്. ആർഷോ പിടികിട്ടാ പുള്ളിയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ആരെങ്കിലും ഈ നികുതി പണം മേടിക്കുന്ന അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ തോന്നൽ. അങ്ങേക്കെതിരെ കേസുകളിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെ കേസുകളിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചർച്ചയ്ക്ക് വരാറില്ലേ? അദ്ദേഹത്തിനെതിരെ കേസിലെ നമ്മൾ അതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കാൻ പാടുണ്ടോ? മാധു, ഞാൻ അപമാനമല്ല നടത്തിയേ.
യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ളത് അഭിമാനമാണ്. അങ്ങനെ സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ള SFI-കാരനും അത് അഭിമാനമാണ്. കൂടെ പഠിച്ച സഹപ്രവർത്തകന്റെ സഹപാഠിയെ വിളിച്ചുകൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റലിൽ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കുന്നത് ആ കേസിന്റെ പേരിൽ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന നേതാവും അഭിമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കൂടെ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ അങ്ങ് ഓശാന പഠനമെന്ന് മാധു വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇനി ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരട്ടെ. നിമിഷ രാജു എന്ന് പറഞ്ഞ AISF-ന്റെ പെൺകുട്ടിയുടെ പരാതിയുണ്ട്. എന്തായിരുന്നു എന്ന് നമുക്കറിയാലോ. അജാസ് എന്ന് പറഞ്ഞ KSUവിന്റെ പ്രവർത്തകന്റെ പരാതിയുണ്ട്. കോടതിയുടെ നിരീക്ഷണമുണ്ട്. അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്. ഈ പാനലിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്നും പറയാതെ പോകണമെന്ന് പറയല്ലേ. ഇവിടെ SFI-യിൽ നിന്ന് ക്രിമിനലുകളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യം പുറത്താക്കപ്പെടേണ്ട ആൾ ഇദ്ദേഹം തന്നെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, ധീരജിന്റെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, ധീരജിന്റെ കൊലപാതകത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു, ആർഷോയും പറഞ്ഞു. ധീരജ് കൊല്ലപ്പെട്ടത് ക്യാമ്പസിന് പുറത്ത് നിഖിൽ പൈലിയെ കൊല്ലാനോടിച്ച SFI-കാരും നിഖിൽ പൈലിയും തമ്മിലുള്ള അടിപിടിക്കടക്കിലാണ് മരിച്ച്. കൊല്ലാൻ പോകുന്നവൻ കൊല്ലപ്പെടുമെന്നുള്ള ബോധ്യം വേണം. മരണപ്പെട്ട ധീരജിന്റെ മരണത്തോട് ഞങ്ങൾക്ക് ഖേദം മാത്രമല്ല, സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു. നാളുകളിലും ആവർത്തിക്കാൻ പാടില്ല. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷേ അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ ഒരുപാട് മാനവികത പറഞ്ഞില്ലേ. ഞാനൊന്ന് പറയട്ടെ, താങ്കൾ സംഘടനാ പ്രവർത്തനം മഹാരാജാസ് കോളേജിലെ ചരിത്രം, ഞാനൊന്ന് പറയട്ടെ, താങ്കൾ സംഘടനാ പ്രവർത്തനം ചരിത്രം പറഞ്ഞത് മഹാരാജാസ് കോളേജിലെ കോൺഗ്രസിന്റെ ഒരു നേതാക്കളിൽ നിന്നും ഞാനും ഇതുവരെ കേട്ടില്ല. ഇത് ഒരു കൊട്ടും ക്രിമിനല് ക്യാമ്പസിനകത്ത് കടന്നു കയറി കുത്തിക്കൊലപ്പെടുത്തി എന്നിട്ട് ആവർത്തിച്ച് അവഹേളിക്കുന്നു ആ വിദ്യാർത്ഥിയുടെ മരണപ്പെട്ട വിദ്യാർത്ഥി. ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സമയം കൊടുക്കൂ. അതിനാണ് മാതൃഭൂമി ഈ നിലക്ക് ഫ്ലോർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഞാനത് ചോദിച്ചത് ശ്രീ PM ആർഷോ കേട്ടില്ലേ? ഇനി അദ്ദേഹത്തിന് മറുപടി സമയം കൊടുക്കും. പക്ഷേ ഈ ആർഷോ സംസാരിച്ചപ്പോ ഞാൻ സംസാരിക്കാതിരുന്നില്ലേ? അത് തന്നെയാണ് എന്റെ ജനാധിപത്യ ബോധം. ഈ ജനാധിപത്യ ബോധം SFI-കാർക്ക് ഇല്ലാത്തതിന്റെ പേരില്ല പൂക്കോട്ട് ക്യാമ്പസിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തത്. ഇത് പൂക്കോട്ട് ക്യാമ്പസിലെ മാത്രമല്ലെന്നേ, പല പരാമർശങ്ങളിൽ CPM-നും SFI-ക്കും ഒക്കെ നിരന്തരമായ വിമർശനമുണ്ട്. മാത്രമല്ല, അന്ന് KPCC അധ്യക്ഷൻ നടത്തിയ പരാമർശം പോലും അനുചിതമായിരുന്നു, അംഗീകരിക്കാൻ പാടില്ലാത്തതാണെന്ന് പൊതുസമൂഹത്തിന് പോലും ബോധ്യമുണ്ട്. അവിടെ നിന്നുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ ഈ പറയുന്ന രക്തസാക്ഷിത്വം വരിച്ചൊരു ആളെ അവഹേളിക്കുന്നു എന്ന പരാതിയാണ് ശ്രീ PM ആർഷോ മുന്നോട്ട് വെച്ചത്. അങ്ങനെ പിൻവലിക്കുമോ? ഞാൻ ഈ നിമിഷം വരെ രക്തസാക്ഷിത്വം എന്നൊന്നും പറഞ്ഞ് അതിനെ അലങ്കരിക്കാൻ ഞാൻ തയ്യാറല്ല. കൊല്ലപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട ധീരജിന്റെ ആ മരണത്തെ ഞാൻ അധിക്ഷേപിച്ച് സംസാരിച്ചില്ല, ഈ നിമിഷം വരെ ചെയ്തില്ല. പക്ഷേ കൊല്ലാൻ പോകുന്ന ആളുകളും ഇത് സംഭവിക്കുമെന്ന് ഓർക്കണം. അത് ഓർക്കണ്ടേ? ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമം നടത്തുന്ന ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബോധം കേരളത്തിൽ ഈ കാലയളവിനിടയിൽ 10-12ഓളം വരുന്ന സഖാക്കളെ നിങ്ങൾ എന്താണത്? താങ്കൾ ഇത്രത്തോളം വിഷമിക്കില്ലേ? കേരളത്തിലെ SFI എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട കുട്ടികളെ മാമോദിസ നോക്കി പരിശുദ്ധരാകുന്ന സംഘടനയാണ്. അങ്ങനെ ഞാൻ പറയണോ? ആർഷോ, ഞാനും ഒരു KSU-കാരനായിരുന്നു. ഞാനും സംഘടനാ പ്രവർത്തകനായിരുന്നു. നിങ്ങൾ SFI-കാരും KSU-കാരും ABVP-കാരും ഈ കേരളത്തിലുണ്ട്. ഞാൻ പറയട്ടെ ആർഷോ, പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തൂ. ധീരജിനെ പറ്റി പരാമർശം ഉണ്ടായതുകൊണ്ട് അത് പറഞ്ഞു പോലെ കഴിഞ്ഞ 3 ദിവസം അത് ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു. അതവിടെ അവസാനിപ്പിക്കൂ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ജിൻഡോ, ഈ ഒരൊറ്റ കാര്യം, അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളെ മാറ്റി നിർത്താൻ കഴിയാത്തത് SFI ചെയ്യുന്നത് പോലെ എന്നുള്ളതായിരുന്നു ആർഷയുടെ തുടക്കത്തിലുള്ള ചോദ്യം. അതിന് മറുപടി പറഞ്ഞാൽ നമുക്ക് അടുത്ത അതിലേക്ക് പോവാം. ഞാൻ ചോദിച്ചു, അദ്ദേഹം അവഹേളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ രക്തസാക്ഷിത്വം വരിച്ച ആളെ പറ്റി അല്ല പറഞ്ഞത്, അത് SFI-ക്കെതിരെയാണ് പരാമർശം എന്ന് അദ്ദേഹം പറഞ്ഞു. ആർഷോ, ധീരജിനെ അവഹേളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആർഷോ, പിൻവലിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് ആ നിമിഷ രാജുവിനെ വിളിച്ച
താങ്കൾ ഞാൻ ഇതേവരെ പറഞ്ഞപ്പോഴും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം ഇത് ഇങ്ങനെ വന്ന് കലാശിക്കും കൊണ്ടാണ്. അതുകൊണ്ട് അത് കളയും. അത് അവസാനിപ്പിക്കും. ഞാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വർത്തമാനത്തിന് എനിക്ക് മറുപടി ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും അത് അവസാനിപ്പിക്കണം. എന്റെ ചോദ്യത്തിന് ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിലിട്ട് ഒരു കൂട്ടം ക്രിമിനലുകൾ അരിങ്കൊല ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനെ ആ രക്തസാക്ഷിത്വത്തെ, ആ മരണത്തെ, ആ ജീവനെ അവഹേളിക്കുന്ന ആവർത്തിച്ചുള്ള KPCC പ്രസിഡന്റിന്റെ വർത്തമാനം ഇവിടെ കിടന്ന് ആവർത്തിക്കുകയാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ക്യാമ്പസിനകത്തല്ല, ക്യാമ്പസിന് പുറത്ത് നിങ്ങളുടെ രക്തസാക്ഷി മരിച്ചത് എവിടെയാണെന്ന് ബോധ്യം SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇല്ലാതെ പോയോ? നിങ്ങളുടെ ധീരജ് മരിച്ചത് എവിടെ വെച്ചാന്നുള്ള ബോധ്യം പോലും ക്യാമ്പസിനകത്തല്ല, ക്യാമ്പസിലാണ് മരണപ്പെട്ടത്. മരിച്ചതല്ല, നിങ്ങൾ കൊന്നത്. ധീരജിന്റെ വിഷയം കേരളത്തിന് പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ഉയർന്നു വരാൻ സാധ്യതയുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസവും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കുരുങ്ങി നിന്ന് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വിഷയത്തോട് കാണിക്കുന്ന നീതികേടാണ്. ശ്രീ സന്ദീപ് വാര്യർ, ക്യാമ്പസുകളെ പറ്റിയുള്ളൊരു പൊതു ചോദ്യം വലിയ പേടിപ്പെടുത്തുന്ന ഒരു ചിത്രമായി കേരളത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അത് കേരളത്തിന്റെ യുവത്വത്തെക്കുറിച്ച്, വിദ്യാർത്ഥികളെക്കുറിച്ച്, സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന അധികാരികളെക്കുറിച്ച്, അത് പ്രവർത്തിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ഒക്കെയാണ്. ആ പേടി നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ ബാധിക്കുന്നതാണ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് സിദ്ധാർത്ഥന്റെ വയറ്റിൽ ഒരിത്തിരി ഭക്ഷണമോ വെള്ളമോ അവശേഷിക്കുന്നില്ല എന്ന വിവരം പുറത്തു വന്നപ്പോൾ ജയപ്രകാശ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചത് നിനക്ക് ഭക്ഷണം കഴിക്കാനാണല്ലോ എന്ന്. അത്രമേൽ പേടിപ്പിക്കുന്ന ഒരു സംവിധാനമായി സർവകലാശാലകളും ക്യാമ്പസുകളും ഹോസ്റ്റലുകളും മാറുന്നതിനെ പൊതുവായി എതിർക്കേണ്ടതുണ്ട്. മാധു, ഞാൻ ഇന്നലെ പൂക്കോട് ക്യാമ്പസിൽ പോയ ഒരാളാണ്. അവിടുത്തെ അവസ്ഥ ഭീതിജനകമായിട്ടുള്ള അവസ്ഥയാണ്. ഇവർ പറയുന്നത് പോലെ ജനാധിപത്യത്തിൻ്റെ വിശാലമായ ഇടങ്ങളൊന്നുമല്ല കേരളത്തിലെ ക്യാമ്പസുകൾ. അവിടെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇതര വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് ആരോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ CPIയുടെ AIYF തന്നെ ആയിക്കോട്ടെ, ഒരു തരത്തിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യവും അനുവദിക്കാത്ത നിരവധി ക്യാമ്പസുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനപ്പുറം അതെല്ലാം ഞങ്ങളെല്ലാം ഭയങ്കര വിശാലമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ആളുകളാണ്, ഇതൊക്കെ നന്മമരങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ SFI ഇങ്ങനെ തുടർച്ചയായിട്ട് ചമയ്ക്കുകയും പഴയകാല SFIക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പഴയ SFI ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോഴത്തെ SFIയിലെ ചില ആളുകളാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് SFI ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇത് വാസ്തവത്തിൽ കുഴപ്പം SFIയുടെ ഒപ്പം തന്നെയാണ്. മാധു, ആ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ, ഇവിടെ പ്രവർത്തിക്കാൻ ആളെ കിട്ടാത്ത പ്രശ്നമൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് പുറത്ത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണല്ലോ കോളേജുകളിലും വരുന്ന വിദ്യാർത്ഥികളും. കേരളത്തിന് പുറത്ത് 15% വോട്ടുള്ള, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പ്രവർത്തകരുള്ള, കേരളത്തിലെ എല്ലാ വാർഡുകളിലും പ്രവർത്തകരുള്ള BJPയെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, വേണ്ട കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അല്ലെങ്കിൽ വേണ്ട CPIയുടെ ഒന്നും വിദ്യാർത്ഥി സംഘടനകൾക്ക്, അവരുമായി ബന്ധമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് അതേ സ്ഥലങ്ങളിൽ, അതേ പട്ടണങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കോളേജുകൾക്കകത്ത് പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഈ വിദ്യാർത്ഥികൾ തന്നെയാണല്ലോ സമൂഹത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് മാറുന്നത്. സംഭവിക്കുന്ന പ്രശ്നം എന്നത് ഇത്തരം ക്യാമ്പസുകളെ ആയുധപ്പുരകളായിട്ടും അതുപോലെ തന്നെ തങ്ങളുടെ മാത്രം അധീശത്വം നടപ്പാക്കുന്ന കേന്ദ്രങ്ങളായിട്ടും മാറ്റിയിട്ടുള്ളത് ഒരു കോളേജുകളല്ല, കേരളത്തിൽ നിരവധി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ മാധു ചോദിച്ചു, അവിടുന്ന് ഒരു കുട്ടി പോലും സംസാരിക്കുന്നില്ല, മാധ്യമങ്ങൾ പോകുന്ന സമയത്ത് സംസാരിക്കാൻ പോലും കുട്ടികൾ തയ്യാറാവുന്നില്ല. ഭയമാണ് മാധു, ഭയം വിതച്ചിരിക്കുകയാണ്. കേവലം ഈ SFI നേതാക്കന്മാർ മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന CPMകാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അധ്യാപകരടക്കമുള്ള ഉദ്യോഗസ്ഥർ കൂടി ചേർന്നിട്ടാണ് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. വയനാട് CPMന്റെ ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഭീഷണിയും ഇത് മൂടിവെക്കാനുള്ള ശ്രമവും എല്ലാം നടക്കുന്നത്. CPMന്റെ ജില്ലാ നേതൃത്വം നേരിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ വനിതാ വാർഡനായിട്ടുള്ള വ്യക്തിയെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സംഭവം മുഴുവൻ കൊലപാതകം മൂടി വെക്കാനുള്ള പരിശ്രമം ഉണ്ടായത്. ഇവിടെ നമ്മുടെ സിദ്ധാർത്ഥന്റെ വയറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. 3 ചെറുപ്പക്കാർ, കിം കരുണാകരൻ, അനു, സുജിത്ത്, 3 ചെറുപ്പക്കാരെ പരുമല പമ്പാ നദിയിൽ എറിഞ്ഞു കൊന്ന സമയത്ത് അവരെ വയറിൽ നിറയെ വെള്ളമായിരുന്നു. ആ പമ്പാ നദിയിൽ നിന്ന് കുടിച്ച വെള്ളമായിരുന്നു. അവരെ എറിഞ്ഞ് പുഴയിൽ മുങ്ങുന്നത് വരെ എറിഞ്ഞു കൊല്ലുകയായിരുന്നു ചെയ്തത്. അവിടെ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ സാരി എറിഞ്ഞു കൊടുത്ത് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെയും എറിഞ്ഞൊടിച്ചു. എന്നിട്ട് നിയമസഭയ്ക്കകത്ത് അന്ന് അതിനെ ന്യായീകരിക്കുന്ന നിലപാട് CPMന്റെ അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചു.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 കുട്ടികളെ എറിഞ്ഞു കൊന്ന് അതിനെ ന്യായീകരിച്ചവരാണ് CPM-കാർ. അതുപോലെയുള്ള നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ധാരാളം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുട്ടികളുടെ മൗനത്തെക്കുറിച്ച് പറഞ്ഞു പൂക്കോട് ക്യാമ്പസിലെ. ഞാൻ ചോദിച്ചിട്ട് കേരളത്തിൽ കുറേ സാംസ്കാരിക പ്രവർത്തകരുണ്ടല്ലോ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ എഴുതുന്നവരും അഭിപ്രായം പറയുന്നവരുണ്ടല്ലോ. ഇവിടെ അമൃതംഗമയ സിനിമ പോലെ ഒരു സിനിമ എടുത്തിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരുണ്ടല്ലോ. എന്താ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ പറയാം? എങ്ങനെയാണെന്നറിയാമോ? ആദ്യത്തെ 2 പാരഗ്രാഫ് ഈ പറയുന്ന പ്രസ്ഥാനത്തിനെ പ്രതിരോധിക്കേണ്ട, പ്രസ്ഥാനത്തിന് വിമർശിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കാനുള്ള വലിയ ന്യായീകരണം. അതിനുശേഷം ഇത് ദൗർഭാഗ്യകരമാണ് പക്ഷേ എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഇട്ടൊരു 2 പാരഗ്രാഫ് ഇങ്ങനെയൊക്കെ എഴുതുന്നുണ്ട്. അല്ല, അതെ, അത്തരം ആ ന്യായീകരണങ്ങളാണ് ചില മുൻകാല SFIക്കാർ, ചില കോളേജ് അധ്യാപികമാർ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണല്ലോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പലരും എഴുതുന്നതും പ്രതികരിക്കുന്നതും അങ്ങനെയാണ്. പക്ഷെ കേരളത്തിലെ സാംസ്കാരിക ലോകത്തുണ്ടാവുന്ന മൗനം എന്ന് പറയുന്നത് നമ്മളെ ഭീതിയിലാഴ്ത്തുന്നതാണ്. ഇങ്ങനെയായിരുന്നോ കേരളത്തിലെ സാംസ്കാരിക ലോകം ഉണ്ടായിരുന്നത്? ഇത്രത്തോളം ദാരുണമായൊരു സംഭവം ഉണ്ടായിട്ട്, ആ സിദ്ധാർത്ഥന്റെ കൊലപാതകം ഉണ്ടായിട്ട് എന്തേ കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ നിന്ന് ഒരു വാക്ക് പോലും പുറത്തു വരുന്നില്ല? ഉത്തർപ്രദേശിൽ ഒരു കാക്ക കരണ്ട് കമ്പിയിൽ അടിച്ച് ചേർത്താൽ കേരളത്തിലിരുന്ന് വലിയ വായിൽ വാഗ്ധോരണി ചമയ്ക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നേതൃത്വം എന്തേ മിണ്ടാതെ പോകുന്നത്? ഇവർ പോലും മിണ്ടുന്നില്ല. SFIയുടെ ഈ ഭീഷണിക്ക് മേൽ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ പോലും ഭീഷണിയിൽ പേടിച്ച് മിണ്ടുന്നില്ല. പിന്നെയാണോ ആ 130 കുട്ടികൾ? അവർക്ക് അവരുടെ ജീവനിൽ പേടി ഉണ്ടാവില്ലേ? അവർക്ക് ഭയം ഉണ്ടാവില്ലേ? അവർ ഏതൊക്കെയോ നാടുകളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്ന കുട്ടികളാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. പെട്ടെന്ന് 30 സെക്കൻഡിൽ അവസാനിപ്പിക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ അവിടുത്തെ ഡീൻ അടക്കമുള്ള നിങ്ങൾ അവിടുത്തെ ഡീനിനെ കുറിച്ച് കൂടി റിപ്പോർട്ട് ചെയ്യണം. ആ ഡീൻ നാരായണനും അതുപോലെ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഈ കൊലപാതകം ഡീനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ ശരി, അവർക്കെതിരെ കൂടി കേസ് എടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രീ PM ഷോ, അതായത് ഇന്ന് ആ കുട്ടികൾ സംസാരിച്ച സമയത്ത് മുൻപ് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ മുന്നണിയിൽ നിന്ന ആളാണ് സിദ്ധാർത്ഥൻ എന്ന അടക്കമുള്ള പരാമർശങ്ങൾ ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മുൻപും അവിടെ നടന്നിട്ടുണ്ട്. മുൻപും ഈ മലമുകളിൽ കൊണ്ടുപോയ ഒരു കുട്ടിയെ മർദ്ദിച്ചതായി ചില വാർത്തകൾ നേരത്തെയും കണ്ടു. ഈ കോളേജിൽ ഇങ്ങനെ അരാജകത്വം വാഴുന്നുണ്ട് എന്നത് നിങ്ങൾ അറിയാതെ പോയത് എങ്ങനെയാണ്? ആ നിലയിലുള്ള ഒരു അരാജകത്വവും ആ ക്യാമ്പസിനകത്ത് വാഴുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ നിലക്കുള്ള ഒരു സംഘർഷമോ അക്രമമോ ഈ പറഞ്ഞ പോലെ മറ്റ് നിലയിലുള്ള സമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു പ്രവർത്തനവും ആ ക്യാമ്പസിനകത്ത് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യം. അതല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ വല്ലാണ്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നേ. ആ ശ്രമത്തിനെതിരെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന് വൈകുന്നേരം ആ ക്യാമ്പസിനകത്ത് നിങ്ങൾ വിദ്യാർത്ഥികളെ കാണാനില്ല എന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം നിങ്ങൾ മാധ്യമങ്ങൾ മുഴുവനുള്ള സമയത്താണല്ലോ അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ആ ക്യാമ്പസിനകത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ഒരുമിച്ച ക്യാമ്പസിനകത്ത് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. നിങ്ങൾ മുഴുവൻ മാധ്യമങ്ങളോട് ഉണ്ടായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായോ? നിങ്ങൾ ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളോട് ആ ഘട്ടത്തിൽ സംസാരിക്കാൻ പോയിട്ടില്ല. അപ്പൊ നേരത്തെ മാധു പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി പിന്നെ കേരളത്തിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അവിടേക്ക് മാധ്യമങ്ങൾ സാധാരണ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളെ തട്ടിയിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ്. നിങ്ങൾ അവിടെ പോയില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുകയാണ്. ശരി ശരി, അതൊക്കെ വിശ്വസിക്കണമെന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ, അതൊക്കെ വിശ്വസിക്കണം എന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ഇപ്പോഴും അങ്ങ് പറയുന്നത് അവിടെ ഒരു അരാജകത്വവും വാഴുന്നില്ല എന്നാണ്. ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പോലുമല്ല. ഇപ്പോഴും ഈ കുഞ്ഞവിടെ മരിച്ച് ഇത്രയും ദിവസങ്ങൾ 10-13 ദിവസം കഴിഞ്ഞിട്ടും അവിടെ സ്വർഗമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കഷ്ടമാണ്. നിങ്ങൾ ഇല്ലാത്ത കാര്യം നിങ്ങൾ ഞാൻ പറയാത്ത ആംഗിളിലുള്ള സാധനം എന്റെ വായിൽ കൊണ്ടുപോയി തിരിക്കാൻ വേണ്ടി നടന്ന സ്ഥലത്തെ അങ്ങനെ നിങ്ങൾക്ക് പല അജണ്ടയും ഉണ്ടാകും. നിങ്ങൾക്ക് പല അജണ്ടയും ഉണ്ടാകും. ആ അജണ്ടക്കനുസരിച്ച് നിങ്ങൾ ആവർത്തിച്ച് ഇടപെട്ടുകൊണ്ടിരുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.